Hello everyone, welcome to Vanjinad Kitchen. I am Chef Vinod. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്റ്റാർട്ടറാണ്, ചിക്കൻ ടിക്ക. അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്ക് ചിക്കൻ ടിക്ക എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ ടിക്കയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 500 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ആണ്. നമുക്ക് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്യുന്നതാണ് നല്ലത്. നമ്മളിത് സ്ക്യൂറയിൽ കയറ്റാനുള്ളതാണ്. നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. കാശ്മീർ ചില്ലിയും മസ്റ്റേർഡ് ഓയിലുമാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. നന്നായിട്ട് എണ്ണയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല കളർ കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. 1/2 ടീസ്പൂൺ ഗരം മസാല ഇടാം. 1 പിഞ്ച് കസൂരി മെത്തി ഇടാം. ആവശ്യത്തിന് ഉപ്പിടാം. ആവശ്യത്തിന് പെപ്പർ കോൺസ് ഇടാം. ഹാഫ് ലൈം ജ്യൂസ് ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ യോഗേർട്ട് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ ഓയിലൂടെ ഒഴിക്കാം. ചിക്കൻ ടിക്കയ്ക്കുള്ള മാരിനേഷൻ റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്തിരിക്കുന്ന ചിക്കൻ നമുക്ക് അതിലേക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് 1 hour റെസ്റ്റിന് വെക്കാം. നന്നായിട്ടൊന്ന് ക്ലീൻ ഫ്ലെയിം വെച്ച് കവർ ചെയ്ത് വെക്കാം. ആ ടൈമിൽ തന്നെ നമുക്ക് സ്ക്യൂറയിൽ ഇടാനുള്ള വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തെടുക്കാം. വെജിറ്റബിളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഓനിയനും ബെൽ പെപ്പേഴ്സും ആണ്. നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ ടിക്ക നമുക്ക് സ്ക്യൂറിൽ ഇടാം. ചിക്കൻ ടിക്ക എല്ലാം സ്ക്യൂറിലായിട്ടുണ്ട്. നമ്മൾ നല്ലൊരു ഗ്രില്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓവൻ്റെ ആവശ്യമില്ല. നമുക്ക് ഗ്രില്ലിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. എങ്ങനെ നമുക്ക് കുക്ക് ചെയ്യാൻ നോക്കാം. ഗ്രില്ല് നന്നായിട്ട് ചൂടായതിനു ശേഷമേ നമ്മൾ സ്ക്യൂർ എടുത്ത് വെക്കാൻ പാടുള്ളൂ. ഗ്രില്ല് ഇല്ലെങ്കിൽ നല്ല പാൻ ആയാലും ഓക്കെയാണ്. ഗ്രില്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ടിക്ക നമുക്ക് ഗ്രില്ലിലേക്ക് വെക്കാം. ചിക്കൻ ഗ്രില്ലിൽ ഇരുന്നാൽ ഉടനെ നമ്മൾ തിരിക്കാനൊന്നും പോകല്ലേ. അതൊരു 5 മിനിറ്റ് അങ്ങനെ കിടക്കണം. ചിക്കൻ ടിക്ക ഒരു 10 to 15 മിനിറ്റ്സ് കൊണ്ട് കുക്കായി കിട്ടും. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ടിക്ക നമ്മൾ സിസിലറിലാണ് സെർവ് ചെയ്യുന്നത്. സിസിലർ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. സിസിലർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിന് കുറച്ച് ഒണിയൻ ഇടാം. ഇതിലെ ഓയിൽ തന്നെ നമുക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം, ചിക്കൻ ടിക്ക ഡ്രൈ ആകാതിരിക്കാൻ. ചിക്കൻ ടിക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്കൂപ്പ് ബട്ടർ ഇടാം. ബട്ടർ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചാറ്റ് മസാല ഇട്ട് ഫിനിഷ് ചെയ്യാം. ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട്. നമുക്ക് സിസിലറിലോട്ട് മാറ്റാം. നമുക്ക് ചിക്കൻ ടിക്ക ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഗ്രില്ലിൽ കിടന്ന് കുക്കായ ചിക്കൻ ടിക്ക ചൂടായിട്ടിരിക്കുന്ന സിസിലറിൽ ആ ഒണിയന്റെ മുകളിലോട്ട് വെക്കുമ്പോൾ ഉണ്ടാകുന്ന സ്മോക്കി ഫ്ലേവർ ഉണ്ടല്ലോ, അന്യ ടേസ്റ്റ്. ചിക്കൻ ടിക്കയ്ക്ക് അടിപൊളി കോമ്പിനേഷനാണ് ഫ്രഷ് സലാഡും മിന്റ് റൈത്തയും. സംഭവം രണ്ടും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി സ്റ്റാർട്ടറാണ്. നാനിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വഞ്ചിനാട് സ്പെഷ്യൽ അടിപൊളി ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത ദിവസം കിടിലൻ ഒരു വീഡിയോ ആയി വീണ്ടും വരും. ബൈ ടുഡേ. താങ്ക് യു വെരി മച്ച്.